നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന പുതിയ തമിഴ് സിനിമ യൂത്തിനെ കുറിച്ചാണ്. ധനുഷിൻ്റെ വാത്തി എന്ന സിനിമയിലൂടെ നമ്മൾ കണ്ടുപരിചയിച്ച കെൻ കരുണാസ് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി എത്തുന്ന സിനിമയാണിത്. ഒപ്പം നമ്മുടെ സ്വന്തം സുരാജ് വെഞ്ഞാറമൂടും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ജി.വി. പ്രകാശിൻ്റെ സംഗീതവും കൂടിച്ചേരുമ്പോൾ ഈ യൂത്ത് ശരിക്കും ആവേശം തോന്നുന്നുണ്ടാവും. വാ നമുക്ക് നോക്കാം. സിനിമയുടെ കഥയിലേക്ക് വന്നാൽ ഇതൊരു സിമ്പിൾ കമ്മിങ് ഓഫ് ഏജ് റൊമാൻറ്റിക് കോമഡിയാണ്. പ്രവീൺ എന്ന ഒരു 15 വയസ്സുകാരൻ്റെ ജീവിതത്തിലൂടെയാണ് കഥ തുടങ്ങുന്നത്. സ്കൂൾ കാലം മുതൽ അവൻ കടന്നു പോകുന്ന പ്രണയങ്ങളും സൗഹൃദങ്ങളും പരാജയങ്ങളും ഒക്കെയാണ് സിനിമയുടെ പ്രമേയം. നമ്മൾ എല്ലാവരെയും നമ്മുടെ പഴയ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരികെ കൊണ്ടുപോകാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ കെൻ കരുണാസ് ഒരു ജെൻസി നായകനായി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലെ യഥാർത്ഥ സ്റ്റാർ എന്ന് പറയുന്നത് സുരാജാണ്. അച്ഛൻ വേഷത്തിൽ അദ്ദേഹം കാണിച്ച ഇമോഷണൽ ടച്ച് സിനിമയുടെ നിലവാരം നല്ലവണ്ണം ഉയർത്തുന്നുണ്ട്. ദേവദർശിനിയും സുരാജും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും നൽകുന്നുണ്ട്. നായികമാരായി എത്തിയ അനിഷ്മ അനിൽകുമാറും മീനാക്ഷി ദിനേശും അവരുടെ ഭാഗം ഭംഗിയാക്കി. ചില പോസിറ്റീവ്സിലേക്ക് വന്നാൽ ജി.വി. പ്രകാശിൻ്റെ മ്യൂസിക് തന്നെയാണ് സിനിമയുടെ നട്ടെല്ല്. പാട്ടുകളെല്ലാം യൂത്തിനിടയിൽ ഹിറ്റാകാൻ സാധ്യതയുള്ളത്. വിഷ്വൽസ് വളരെ കളർഫുള്ളാണ്. ഇനി ചില നെഗറ്റീവ്സിലേക്ക് വന്നാൽ സിനിമയുടെ രണ്ടാം പകുതിയിൽ ചിലയിടങ്ങളിൽ ഒരു ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. കഥയിൽ വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ല. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പല തമിഴ് സിനിമകളുടെയും ഒരു മിശ്രണമായി ചിലപ്പോൾ തോന്നിയേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയ തലപോച്ചലുകളില്ലാതെ കണ്ടിരിക്കാവുന്നൊരു ക്ലീൻ എൻ്റർടൈനറാണ് യൂത്ത്. ഫാമിലിക്കും യുവാക്കൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എലമെൻറ്റ്സ് ഇതിലുണ്ട്. ഒരു തവണ തിയേറ്ററിൽ പോയി ധൈര്യമായി കാണാവുന്ന ഒരു സിനിമയാണ്. എൻ്റെ റേറ്റിംഗ് 5/3. ഈ സിനിമ കണ്ടവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.